എൻ്റെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരുന്നതായിരിക്കും. ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹായ്, അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പിന് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ്. എനിക്കറിയാം ഇപ്പോൾ ഓൾറെഡി കുറച്ച് ലേറ്റായി. അപ്പോൾ ഏകദേശം എല്ലാവരും ടിപ്സൊക്കെ അപ്ലോഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. കുറേ ആൾക്കാർക്ക് കുറേ ടിപ്സൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ചെയ്തത്. നമ്മളിവിടെ ചൊവ്വാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നത്, നാട്ടിലത്തെ പോലെയല്ല. അപ്പോൾ ഒരു ദിവസം ലേറ്റായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നത്തെ ദിവസമാണല്ലോ എല്ലാ പ്രിപ്പറേഷൻസും ചെയ്ത് വെക്കൽ. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് മുന്നത്തെ ദിവസത്തെ ഇന്നലെ തിങ്കളാഴ്ച വീഡിയോ ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ചൊവ്വാഴ്ച അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർക്കൊന്നും ടൈം ഉണ്ടാവില്ല എന്നറിയാം, നോമ്പായതുകൊണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഞാൻ എല്ലാ നോമ്പിനും ചെയ്തു വെക്കുന്ന കുറച്ച് ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ടിപ്സ് എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ പ്രിപ്പറേഷൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ്റെ ആണ് കേട്ടോ. ഇവിടെ ഞാൻ ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത്രയും ഉണ്ടാക്കി വെക്കാം. പക്ഷേ ഇത് അത്യാവശ്യം ഉണ്ടാവും. നമ്മൾ എല്ലാ ദിവസവും കുറേ എണ്ണക്കടികൾ കഴിക്കുന്നത് നന്നല്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒരു ഏകദേശം 1/2 കിലോൻ്റെ അടുത്ത് 1/2 കിലോ ഉണ്ട്. ഞാൻ നല്ല ബോൺലെസ് ആയിട്ടുള്ള പീസ് തന്നെ, അതായത് ഇറച്ചി മാത്രമുള്ള കുറേ പീസുകൾ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാ കട്ട്ലറ്റിനും അതേപോലെ സമൂസക്കും അതേപോലെ ബാക്കി എന്ത് ബ്രെഡ് റോളോ എന്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ചിക്കൻ റോളിനൊക്കെ വേണ്ടിയിട്ടുള്ളത് ചിക്കന് ഫ്രൈ ചെയ്തെടുത്തേക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാണ്. അതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. കുറേ കൂടുതൽ വെള്ളം ആവശ്യമില്ല ചിക്കനിലേക്ക്. കുറേ ചിക്കൻ കൂടുതലുണ്ടെങ്കിലും നമുക്ക് ഇത്ര തന്നെ വെള്ളം ഒഴിച്ചാൽ മതി, മടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ജീരകം പൊടിച്ചത്, ഇത് വലിയ ജീരകം ചൂടാക്കി പൊടിച്ചതാണ്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടി ഓപ്ഷണലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് വറുത്ത് വെക്കുമ്പോൾ ആ ഒരു കളറിൻ്റെ ഒരു രസം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും ഇട്ടിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി അവോയ്ഡ് ചെയ്യാം, ജീരകവും മുളക് പൊടിയും. പക്ഷെ ഞാൻ എന്തായാലും അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മാത്രം മതി. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. എന്നിട്ട് വിസിൽ പോയ ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ തുറക്കരുത്, അപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് ചെറിയ കഷ്ണാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ നിങ്ങളിത് മിക്സിയിൽ ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് എല്ലില്ലാത്ത മാത്രം പീസാണ് എടുത്തിട്ടുള്ളതുണ്ടെങ്കിൽ, ചെറിയ എല്ലുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് അല്ലെങ്കിൽ കുറച്ചായിട്ടിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിൽ ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് കൈകൊണ്ട് ചെറിയ പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ പറയുക, എനിക്ക് ആ മിക്സീൻ്റെ ജാറിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോവും. പിന്നെ നമ്മൾ കട്ട്ലറ്റും സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ചിക്കന് കടിക്കാൻ കിട്ടൂല കറക്റ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഇതേപോലെ കൈ കൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും, പക്ഷെ എന്നാലും കൈ കൊണ്ട് ചെറിയ കഷ്ണാക്കിയിട്ട് ഒന്ന് പിച്ച് ചെയ്ത് ചെറിയ കഷ്ണാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല കട്ട്ലറ്റും സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അതേപോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നിങ്ങൾക്കിപ്പോൾ ഇതിന് സമയമില്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം.
അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസസൊക്കെ എല്ലാം ചെറിയ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. മിക്സീൻ്റെ ജാറിലായിരിക്കുമ്പോൾ എന്താ നല്ലോണം തരിതരിയായിട്ട് നല്ലോണം പൊടിഞ്ഞു കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പിന്നെ ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഓയിലല്ല. എന്തായാലും നോമ്പിൻ്റെ സമയത്തൊക്കെ അധികവും നമ്മൾ എണ്ണപ്പലഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലും പറ്റുന്നതും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക, സൺഫ്ലവർ ഓയിലിനേക്കാളും. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് കഷ്ണാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. നല്ലോണം എണ്ണ ചൂടാവണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച ശേഷമാണ് ഞാനിപ്പോൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നിട്ട് ഇത് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും ചെയ്യാം. കാരണം ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണല്ലേ, ഇപ്പം ഡീപ്പ് ഫ്രൈ ഒന്നും അല്ലല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ടൈം ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി. പക്ഷെ അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ പൊരിക്കുമ്പോൾ ഒക്കെ നല്ലൊരു മണം വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല ഡ്രൈ ആയിട്ട് ഒന്ന് ചിക്കനിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ഫ്രിഡ്ജിൽ താഴത്ത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ 2-3 മണിക്കൂർ മുന്നേ പുറത്തെടുക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ താഴത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടോ കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പരുവത്തിലല്ല വേണ്ട, ഒന്നും കൂടി നല്ലോണം ഡ്രൈ ആവുന്നത് വരെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു കഷ്ണം എടുത്ത് വാരിയിട്ട് നോക്കിയാൽ മനസ്സിലാവും, നല്ല ഡ്രൈ ആയിട്ട് കുറച്ചൊരു ക്രിസ്പി ആ ഒരു ടൈപ്പിലേക്ക് വന്നിട്ടുണ്ടാകും ചിക്കന്. അപ്പോൾ അതുവരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ എണ്ണയൊന്നും നമ്മൾ അധികം അങ്ങനെ ഒരു നനവൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ചൂടാറിയ ശേഷം ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആക്കി കൊടുത്ത ശേഷം നല്ല ടൈറ്റ് ആയിട്ടുള്ളത് വേണം കേട്ടോ, നല്ലോണം മൂടി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബീഫ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ചിക്കൻ ചെയ്ത പോലെ തന്നെ ഏകദേശം അതേപോലെ തന്നെയാണ്, പക്ഷെ മസാലയിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് ബീഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കിലോൻ്റെ കണക്ക് പറയുന്നതൊക്കെ ഏകദേശം കണക്കാട്ടോ, കാരണം കുറച്ച് അധികം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 3/4 കിലോൻ്റെ അടുത്ത് ബീഫ് ഉണ്ട്, 3/4 കിലോ ഉണ്ടാവും. അപ്പോൾ അത്രയും ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ പീസാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനതിന് ചെറുതാക്കാനൊന്നും പോകുന്നില്ല, കാരണം വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ചെറുതാക്കി എടുക്കാനുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ കുറച്ചധികം മസാല ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ല് വരും ഒരു ബീഫിൻ്റെ. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി എന്തായാലും നിർബന്ധമാണ്. ബീഫ് നമ്മൾ ചിക്കൻ ചെയ്ത പോലെ ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ 2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് എടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവിൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കറിക്കൊക്കെ ചെയ്യുന്ന പോലെ കുറച്ചൊരു മീഡിയം ആ ഒരു എരിവിൽ മാത്രം ചെയ്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അവസാനമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷണലാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഞാനധികം അങ്ങനത്തെ കുറേ റെസിപ്പിയിലൊന്നും ഗരം മസാല ഇടാറൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ ഇട്ടാൽ മതി. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ ഇതിൻ്റെ ബീഫിൽ ഉണ്ടാകുന്ന വെള്ളം നമുക്കിപ്പോൾ അധികം ആവശ്യമില്ലല്ലോ, ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ കാക്കൻ്റെ താത്തൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. താത്ത ഭയങ്കര ബീഫിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വേവിച്ചെടുക്കുമല്ലോ. നമ്മളെപ്പോഴും എങ്ങനെയാണ് ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിടും, പിന്നെ ബാക്കിയൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7-8 വിസിലിടും ബീഫിന് വേണ്ടിയിട്ട്. ഒരു കുക്കറിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. പക്ഷെ ഞാൻ എങ്ങനെയാണെന്നറിയോ ചെയ്യുന്നത്, ഇത് ഒന്ന് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ഒരു 10-15 മിനിറ്റ് നേരം, അല്ലെങ്കിൽ 20 മിനിറ്റ്, ബീഫ് ആകുമ്പോൾ കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ, ഒരു 20 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഇതിൽ വെള്ളം ഉള്ളതുകൊണ്ട് അടിക്ക് കരിഞ്ഞ് പിടിക്കില്ല. അതേപോലെ തന്നെ ഇതിലുള്ള വെള്ളവും ബീഫ് നിറങ്ങുന്ന വെള്ളവും ഒക്കെ നല്ലോണം വറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. പിന്നെ അടിക്ക് പിടിക്കാതെ നോക്കണം. നിങ്ങളിപ്പോൾ പെട്ടെന്ന് വെള്ളം അങ്ങനെ വറ്റുന്ന അടിക്ക് പിടിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4-5 വിസിൽ ഹൈ ഫ്ലെയിമിൽ കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് അടിക്കൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബീഫ് മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇതിൻ്റെ ഗ്രേവി ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ ചിക്കൻ ചെയ്തെടുത്ത പോലെ തന്നെ കൈകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ടൈം എടുക്കും, നല്ലോണം ടൈം എടുക്കും, കുറച്ചല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ മറ്റേതിൽ രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ മിക്സീൻ്റെ ജാറിൽ തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. പക്ഷെ ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണമാക്കി എടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ സെയിം പരിപാടി തന്നെ കേട്ടോ, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ, കുറച്ചധികം തന്നെ ഓയിൽ വേണ്ടി വരും, കാരണം ബീഫ് നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടണമല്ലോ. അപ്പോൾ ഇത്തിരി ഒരു 4-5 ടേബിൾ സ്പൂണ് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അത് കഴിഞ്ഞിട്ടാണ് ബീഫ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ചിക്കൻ ചെയ്ത പോലെ തന്നെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ഫ്രൈ കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചെയ്യുക. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ ചെയ്ത പോലെ തന്നെ മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. നല്ലോണം കൈ എടുക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കരിഞ്ഞു പോകാതെ നോക്കുക. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത്തിരി കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ, ഒരു പകുതി ഫ്രൈ ആയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ആയാൽ പോരാ, കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ നമ്മൾ ബീഫും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കട്ട്ലറ്റിനും സമൂസക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടാറട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ബീഫ് ഏകദേശം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയ ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കണം കേട്ടോ. നല്ല മൂടി, ടൈറ്റ് ആയിട്ടുള്ള മൂടിയുള്ളതിൽ വെച്ചിട്ട് നമുക്ക് ഇതും കൂടി എടുത്ത് വെക്കാം. ഇതും നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചിക്കനോ എന്താ പറയുക ബീഫ് കട്ട്ലറ്റോ അല്ലെങ്കിൽ ബീഫ് സമൂസയോ ബീഫ് റോളിലേക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ നമുക്കറിയാം നോമ്പിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റമാണ് നോൺ വെജിന് നിർബന്ധമായിട്ട് വേണ്ട ഐറ്റമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോൻ്റെ അടുത്ത് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതായത് 500 ഗ്രാം ഇഞ്ചിയും അതേപോലെ തന്നെ 400 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇഞ്ചി കുറച്ച് കൂടുതലാണ് നോൺ വെജിനൊക്കെ ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ പേസ്റ്റ് തന്നെ ഇത് എന്തെങ്കിലും കട്ട്ലറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ പലഹാരത്തിലധികവും ഇഞ്ചി കൂടുതൽ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇഞ്ചിയും ബാക്കി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഞാൻ വെളുത്തുള്ളി തൊലിക്കുന്ന മെത്തേഡ് കാണിച്ചു തരാം, കണ്ടില്ല? ഇതേപോലെ മിഡിൽ ബാക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ശേഷം ഒന്ന് വലിക്കുകയാണെങ്കിൽ നമ്മളിതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. കണ്ടോ? അതൊന്ന് കത്തി കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് തുറന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു 400 ഗ്രാം വെളുത്തുള്ളിയും 500 ഗ്രാം ഇഞ്ചിയും കൂടിയിട്ട് നല്ല രീതിയിൽ നമ്മളെല്ലാം ഫുള്ള് ആദ്യം ക്ലീൻ ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പിന്നെയും കൂടി ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ തൊലിച്ച ശേഷം ഇതൊന്ന് കഴുകണം കേട്ടോ. കഴുകിയിട്ട് ഒരു തുണി കൊണ്ട് നല്ലോണം തുടച്ച് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ വേണം നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ മിക്സിയിലും വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം കുറേ ദിവസം നമ്മളിത് സൂക്ഷിച്ച് വെക്കുന്നതാണല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലുള്ള ഇഞ്ചിൻ്റെ കഷ്ണമൊക്കെ ഇപ്പോൾ വലുതായിട്ടല്ലേ ഉള്ളത്, അതൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ വലിയ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് മൊത്തത്തിലാണ് അരച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കല്ലാന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ചെറിയ മിക്സീൻ്റെ ജാറിൽ വേണമെങ്കിലും അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല അരയുന്ന മിക്സി ആണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ഒന്നിച്ച് ചെയ്താൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാശാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഇങ്ങനെയാട്ടോ ചെയ്യുക, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടി നാൾ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിപ്പോൾ അതേപോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും ഇത് അരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ മാത്രമേ കറക്റ്റ് എല്ലാ സൈഡിലും നമുക്ക് അരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതും ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട്, ഞാൻ അല്ലെങ്കിൽ ചെറിയ പാത്രത്തിലായിരുന്നു വെക്കാറ്, പക്ഷേ ഇന്നിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേ കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഇതേപോലത്തെ ഒരു വലിയ പാത്രത്തിലിട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ. 1 മാസം 1.5 മാസം വരെ ഒരു കുഴപ്പമില്ലാതെ കേടാവാതെ തന്നെ നിൽക്കും. പച്ച കളർ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെക്കും പച്ച കളർ വരികയാണെന്ന്. പക്ഷേ ഈ പച്ചമുളകും അതേപോലെ ഉപ്പിട്ട് ചെയ്ത് നോക്കും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു കളർ ചേഞ്ചും ഉണ്ടാവില്ല ഇത് തീരുന്നത് വരെ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, ഇവിടെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നോമ്പിൻ്റെ സമയത്ത് കുറേ ആൾക്കാരൊക്കെ നാരങ്ങ വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം, നോമ്പ് തുറന്ന അപ്പം തന്നെ നാരങ്ങ വെള്ളം കുടിക്കരുത്. അത് നമ്മുടെ ശരീരത്തിന് തീരെ നല്ലതല്ല. പക്ഷെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലതാണ് നാരങ്ങയും. പക്ഷേ ആ സിട്രസ്, അതായത് ഇതൊരു അസിഡിറ്റി പ്രോപ്പർട്ടി ഉള്ള സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറും വയറ്റിലേക്ക് നാരങ്ങ വെള്ളം മാക്സിമം അവോയ്ഡ് ചെയ്യുക, കുടിക്കാതിരിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ എന്താ പറയുക ചെയ്യുന്നത്, ഒരു പാത്രത്തിലേക്ക് ഒരു 6-7 നാരങ്ങൻ്റെ, എത്ര നാരങ്ങ ആയാലും ആ ഒരു നാരങ്ങൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് തന്നെ ഇത് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതും നാരങ്ങയും ഇതേപോലെ പിഴിഞ്ഞ് നമ്മൾ ഐസ് ക്യൂബ് ഉണ്ടാവില്ല, ഐസ് ക്യൂബ്സ് ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിൽ ഇതേപോലെ ഡയറക്റ്റ് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഡയറക്റ്റ് നാരങ്ങ നീരാണ് വെക്കുന്നത്. എന്നിട്ട് അത് കട്ട് ചെയ്യാൻ വെക്കുക. അതേപോലെ തന്നെ നമ്മൾ പഞ്ചസാരയും പൊടിച്ചെടുത്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പഞ്ചസാരയും നാരങ്ങയും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി, മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതിനുള്ള ടൈമും വേസ്റ്റ് ആവില്ല. ഒരു കപ്പിലോ മഗ്ഗിലോ ഇട്ടിട്ട് പൊടിച്ച പഞ്ചസാരയും ഈ നാരങ്ങ വെള്ളവും ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നാരങ്ങ വെള്ളം തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു ഐസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്, ഐസ് ക്യൂബ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കാണ് നാരങ്ങൻ്റെ നീര് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കണ്ടോ, കട്ടിക്കുള്ള നീരാണ് കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഡയറക്റ്റ് ആ നീര് മാത്രം. അപ്പോൾ നമ്മൾ ആ നാരങ്ങ പിഴിയുന്ന ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെയ്യുമ്പോൾ നല്ലോണം പിഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് അതിൽ അമർത്തിയ ശേഷം ഉണ്ടല്ലോ കൈ കൊണ്ടും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫുള്ള് നീര് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് നീരൊക്കെ വേസ്റ്റായി പോവും. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ്. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്തു വെക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം, കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മിക്സിൻ്റെ ഒരു വലിയ ജാർ എടുത്തിട്ട് അതിൽ അത്യാവശ്യം ഒരു 4-5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കിലോൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. എന്തായാലും നോമ്പിൻ്റെ സമയത്ത് നമുക്ക് പെട്ടെന്നുള്ള ആവശ്യത്തിനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ല വേറെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് പെട്ടെന്ന് പഞ്ചസാര മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് കുറേ നേരം ഇങ്ങനെ ഇതാക്കിയിട്ട് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കുന്നതിനൊക്കെ കുറച്ച് ചിലപ്പോൾ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ പഞ്ചസാര പൊടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങ വെള്ളത്തിനാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗത്തിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 1 കിലോൻ്റെ അടുത്ത് പൊടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഞാൻ ഇവിടെ നല്ലോണം പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എന്നിട്ട് ഇത് പൊടിച്ചെടുത്ത പഞ്ചസാര നമ്മൾ പാത്രത്തിലേക്ക്, ഞാൻ ഇവിടെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ, ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിരുന്നു ഇതിൽ, ഏകദേശം 1 കിലോൻ്റെ ടിന്നാണിത്. അപ്പോൾ ഇതിൽ നിറയെ കറക്റ്റ് പഞ്ചസാര ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതും കൂടി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നോമ്പിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഏലക്കായ ഒന്ന് ചൂടാക്കി എടുക്കണം. നോമ്പിൻ്റെ സമയത്തൊക്കെ പലഹാരമാണെങ്കിലും അല്ലെങ്കിൽ തരിക്കഞ്ഞിക്കും അങ്ങനെ മധുരമുള്ള ഏകദേശം എല്ലാ ഐറ്റംസിനും ആവശ്യമുള്ള സാധനമാണ് ഏലക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുത്തി ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ചതച്ച് ചേർക്കുന്നതിനേക്കാളും ഇതൊന്ന് പൊടിച്ചെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പലഹാരത്തിലൊക്കെ ഞാൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ പൊടിച്ച് വെച്ച ഏലക്കായ തന്നെയാണ് കേട്ടോ ചേർക്കാറ്. അപ്പോൾ ഇതേപോലെ ഒരു എത്രയാണെന്നൊന്നും കണക്കൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് ഏലക്കായ ഒരു പാനിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് 2-3 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ, കൂടുതൽ നേരം ചെയ്യരുത്. അപ്പോൾ ജസ്റ്റ് 2-3 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുത്ത ശേഷം നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏലക്കായ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങളെ മിക്സിൻ്റെ ജാറിൽ ഇത് ഗ്രൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അരിഞ്ഞ് കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എൻ്റെ മിക്സിൻ്റെ ജാറിൽ അല്ലാതെ തന്നെ പൊടിഞ്ഞ് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതേപോലെ തന്നെയാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ഏലക്കായ അപ്പോൾ അരിച്ചെടുക്കുകയാണ്. ആ സമയത്ത് തന്നെ യേസു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഓള് കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഏലക്കായ പൊടിച്ചതും ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇതേപോലത്തെ ഒരു ചെറിയ പാത്രം മതിയാവും, എനിക്ക് മൊത്തം പൊടിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ല മൂടി നല്ല കട്ടിക്കുള്ള അതല്ല നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഇതേപോലെ ഏലക്കായ പൊടിച്ച് വെച്ചില്ല, അതേപോലെ തന്നെ നമുക്ക് വലിയ ജീരകം ഒന്ന് ഇതേപോലെ ചൂടാക്കിയിട്ടുണ്ട്. 2-3 മിനിറ്റ് ചൂടാക്കിയിട്ട് ഒന്ന് നല്ലോണം പൊടിച്ചെടുത്ത് സൂക്ഷിച്ച് വെക്കാം. നമ്മളിപ്പോൾ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചേർക്കാറുണ്ട്. അതേപോലെ തന്നെ നോൺ വെജിലൊക്കെ അധികം ചേർക്കുന്ന ഐറ്റമാണ് വലിയ ജീരകം, പെരും ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ചൂടാക്കി പൊടിച്ച് വെക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതേപോലെ ഗരം മസാലയും, ഗരം മസാല നമ്മൾ കൂട്ട് തന്നെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഗരം മസാല എന്ന് പറഞ്ഞാൽ പൊടി വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് പകരം ഗരം മസാലൻ്റെ കൂട്ട് വാങ്ങിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കാം. അപ്പോൾ ആ 2 സാധനം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് പൊടിച്ച് വെക്കാത്തത്. ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചത് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതും നമ്മൾ ഏലക്കായ പൊടിച്ച പോലെ തന്നെ വലിയ ജീരകവും അതേപോലെ ഗരം മസാലയും പൊടിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പിൻ്റെ സമയത്തൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്നുള്ളത് കൂടി നോക്കാം. ഇത് ഞാൻ ചെയ്യണമെന്ന് പറയില്ല കേട്ടോ. നമ്മളിപ്പോൾ ബീഫും ചിക്കനൊക്കെ പൊരിച്ച് വെച്ചല്ലോ. അപ്പോൾ നമ്മൾ പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് ഉള്ളിയും ഇതൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇനി അതിന് സമയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഞാനിങ്ങനെ അധികം ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കുക. അതിലേക്ക് ഒരു 5 സവാള കേട്ടോ, ചെറിയ ഉള്ളിയല്ല, 5 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സവാള ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ കട്ട്ലറ്റിലേക്കൊക്കെ ഉണ്ടാക്കുന്ന മസാല ഉണ്ടല്ലോ, ആ സെയിം മസാല ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളി ഇട്ട ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ
ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്ന് പറയുക, ബ്രെഡ് ക്രംസ്. അപ്പോൾ ഞാനിതിപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഞാനിപ്പോൾ ബ്രെഡ് വാങ്ങിച്ചിട്ടില്ല. വേറൊരു ടിപ്സായിട്ട് ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്ത് വെക്കാറുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ബ്രെഡും ഇതേപോലെ നമ്മളൊരു മിക്സിൻ്റെ ജാറിൽ പൊടിച്ചിട്ടുണ്ടല്ലോ, നല്ലോണം പൊടിച്ച ശേഷം ഒന്ന് ഇതേപോലെ ചൂടാക്കി എടുക്കണം. അത് പൊടിച്ചിട്ട് ചൂടാക്കി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം വരെയൊക്കെ ഒരു പ്രശ്നമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അതിൽ നനവൊന്നും ഉണ്ടാവരുത്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് ബ്രെഡ് ക്രംസ് പൊടിച്ചിട്ട് ഒന്ന് ഇതേപോലെ വറുത്തെടുക്കുമ്പോൾ. അങ്ങനെ സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഒരു 2-3 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റുക. എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഒരു 4 പച്ചമുളക് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടീസ്പൂണ് അല്ലെങ്കിൽ 1-1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പൊടികളൊക്കെ വഴന്ന് വന്ന സമയത്ത് ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടി എടുക്കുക. അത് വേണമെങ്കിൽ ഓപ്ഷണലാണ് കേട്ടോ, ഞാൻ എന്തായാലും ചേർത്ത് കൊടുക്കാറുണ്ട്. നല്ലൊരു കളർ കിട്ടുമ്പോൾ രസമാണല്ലോ മസാലയ്ക്ക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ പൊടികൾ വലിയ ജീരകവും അതേപോലെ തന്നെ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ. ഞാൻ അധികം പലഹാരത്തിലൊക്കെ ഇടാറുണ്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉള്ളി നല്ലപോലെ നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. പക്ഷേ ഇത് താഴത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 2 ദിവസം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസത്തിൽ കൂടുതൽ ഇത് മസാല സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെക്കണം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് വെച്ചാൽ തന്നെ നിൽക്കും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് നല്ലോണം പൊടീൻ്റെ പച്ചമണം മാറിയ ശേഷം ഓഫ് ചെയ്തിട്ട് ഞാനൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട്, ചെറിയ ഉള്ളി പ്രത്യേകിച്ച് നിങ്ങൾ കുറേ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ. പക്ഷെ ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാനത് ചെയ്ത് വെക്കുന്നില്ല. അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് താഴത്ത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും, കേടാവൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി വേണമെങ്കിൽ ചെയ്ത് വെക്കാം കേട്ടോ, നോമ്പിന് മുന്നേ തന്നെ. അപ്പോൾ ഇത്രയും പ്രിപ്പറേഷൻസാണ് ഞാനിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഓരോന്നായിട്ട്. അപ്പോൾ വേറെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. Thank you.